ആകാശം നിറയെ ദുരൂഹമാണ്. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, മനോഹരമായ ചന്ദ്രൻ. എന്നാൽ ശാസ്ത്രീയ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് താരങ്ങൾക്ക് തിളക്കമില്ലെന്നും ചന്ദ്രന് അത്ര മനോഹാരിതയില്ലെന്നുമാണ്. അതുകൊണ്ട് തന്നെ ജാഗരൂകരാകുക. നിങ്ങൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യ വാചകങ്ങളാണിത്. സ്തോഭജനകമായ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ ആദ്യ വരികളിൽ തന്നെ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഗ്രാവിറ്റിയും ഉൾക്കൊണ്ടിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. നടി ആക്രമിക്കപ്പെട്ട സമയം മുതൽ വിമൺ ഇൻ സിനിമ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായി. വനിതകളുടെ ഒരു കൂട്ടായ്മ WCC രൂപീകരിക്കുന്നു. അവർ മുഖ്യമന്ത്രിയെ കാണുന്നു. സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. 2019 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള സംവാദങ്ങളിലും ചർച്ചകളിലും ഗവൺമെൻറ് പറഞ്ഞിരുന്നത് അത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടല്ല, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ്. കമ്മീഷനും കമ്മിറ്റിയും തമ്മിലുള്ള സാങ്കേതികമായ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ആ സാങ്കേതികമായ ഭാഷാവിനിമയത്തിലെ മാറ്റത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് ടേബിളിൽ വെക്കേണ്ടി വരും. അത് പബ്ലിക് ഡൊമൈനിൽ അവതരിപ്പിക്കേണ്ടി വരും. നീണ്ട 4 വർഷവും 7 മാസവും പുറത്ത് വരാതിരിക്കാൻ ആവശ്യമായതൊക്കെ ഗവൺമെൻറ് ചെയ്തു. കമ്മീഷനെ നിയമിച്ച് പഠനത്തിന് നിയോഗിച്ച അതേ ആവേശം സർക്കാർ കാണിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. സിനിമ മേഖലയിലെ ചൂഷണങ്ങളെപ്പറ്റി ഉള്ള ഏറ്റവും വലിയ ഒരു റിപ്പോർട്ടാണ്, പഠനമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത്. വലിയ ഒരു അധികാര ശക്തി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അവരാണ് സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നത്. സിനിമയിൽ വിലക്ക് എന്ന് പറയുന്നത് അൺഒഫീഷ്യലാണ്, ഔദ്യോഗികമല്ല, രേഖകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ WCCയിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിലെ ചൂഷണത്തിനെതിരെ സംസാരിക്കുന്നവർക്കും തൊഴിൽ നിഷേധിക്കപ്പെടുന്നു എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. WCCയിലെ ഒരു സ്ഥാപക അംഗം അവർ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് സിനിമാ മേഖലയിൽ ഒരു ചൂഷണവുമില്ലെന്ന പച്ചക്കളവ് പറയുകയുണ്ടായി. അവർ ആ പറഞ്ഞതിൻ്റെ പ്രതിഫലനം അവരുടെ കരിയറിൽ ഉണ്ടായി. അവർക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു. അവരുടെ കരിയറിൽ അനിതര സാധാരണമായ കുതിച്ചുചാട്ടമുണ്ടായി എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. മൊഴി നൽകാൻ പലരും തയ്യാറാകാത്ത സ്ഥിതിവിശേഷമാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മൊഴിയെടുക്കാൻ കമ്മീഷൻ ശ്രമിച്ചപ്പോൾ അത് നിഷ്ഫലമാകുകയായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കോർഡിനേറ്റർമാർ അവർക്ക് നൽകിയ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ നമ്പറും പേരുകളും ആ രംഗത്ത് എപ്പോഴോ നിർത്തിപ്പോയ ആളുകളുടേതായിരുന്നു. അവർക്ക് വാട്സപ്പുകൾ ഉണ്ടായിരുന്നില്ല. വളരെ പണിപ്പെട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മൊഴികൾ സംഘടിപ്പിക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ സിനിമാ മേഖലയിലെ അടിമകളാണെന്ന് കമ്മീഷൻ പറയുന്നു. മാനുഷികമായ ഒരു പരിഗണനയുമില്ലാതെയാണ് അവർ സിനിമാ മേഖലയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. പല രീതിയിലും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് ഇത്തരം മേഖലകളിൽ സാമ്പത്തിക പരാധീനതകളോടെ കടന്നു വരുന്നത്. അവർ ഇവിടെ കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സിനിമയിലെ നർത്തകിമാർ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവർക്കുമേൽ ഉണ്ടായിരുന്നു. നർത്തകിമാർ ആരും അവരുടെ ചൂഷണത്തെപ്പറ്റി സംസാരിക്കാൻ തയ്യാറായില്ല. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യം ICCക്ക് പകരം ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണം. ആ ട്രൈബ്യൂണൽ സിവിൽ കോർട്ട് പോലെ പ്രവർത്തിക്കണം. മൊഴി കൊടുത്ത ആളുകളുടെ സ്വകാര്യത പരമപ്രധാനമാണ്. റിപ്പോർട്ടിൽ
അമ്മ എന്ന സംഘടനയുടെ പക്ഷപാതപരമായ നിലപാടുകളും ആൺകോയ്മയും തുറന്നുകാട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ കാണിച്ച നിസ്സംഗത ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.